വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരു ലഘു വിവരണം. APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അവുൽ പക്കീർ ജൈനലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം ജനിച്ചത്. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയും പ്രശസ്ത മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു അദ്ദേഹം. ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO എന്നീ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ അണ്വായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1969 അബ്ദുൽ കലാമിനെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് സ്ഥലം മാറ്റി. പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്ന വിക്രം സാരാഭായിയുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. ISROയിൽ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ SLV-3 പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറായിരുന്നു. 1980 ജൂലൈയിൽ രോഹിണി ഉപഗ്രഹത്തെ ഭൂമിക്കടുത്തുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി വിന്യസിച്ചു. 1970കൾക്കും 1990കൾക്കും ഇടയിൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ PSLV, SLV-3 എന്നീ പദ്ധതികൾ വികസിപ്പിക്കാൻ ശ്രമിച്ചു. രണ്ടും വിജയകരമായിരുന്നു. അഗ്നി, പൃഥ്വി എന്നീ ഇന്ത്യൻ നിർമ്മിത മിസൈലുകളുടെ ശില്പിയാണ് അദ്ദേഹം. 30ഓളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ വികസന പദ്ധതിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2002 മുതൽ 2007 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. രാഷ്ട്രപതി പദവിയിലെത്തിയ ലോകത്തെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയാണ് അബ്ദുൽ കലാം. അദ്ദേഹത്തെ ജനകീയ പ്രസിഡൻ്റായിട്ടാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിൽ നൽകപ്പെടുന്ന ഹൂവർ അവാർഡ് നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് അദ്ദേഹം. 2008 മുതൽ 2015 വരെ തിരുവനന്തപുരത്തെ വലിയമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായിരുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 2015 ജൂലൈ 27 മേഘാലയയിൽ ഷില്ലോങ്ങിലെ IIMൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്തു. അഗ്നിച്ചിറകുകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്.